നമ്മൾ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട മിസ്ലേനിയസ് എക്സസൈസിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഡിഫറൻഷിയേറ്റ് log of log x to the base 7 with respect to x. അപ്പോൾ നമുക്കറിയാം log xന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഇവിടെ ഒരു സാധ്യത എന്താ വെച്ചാൽ log xന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ 1/log x × 1/x എന്ന് എഴുതും. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ബേസ് 7 ആണ്. log x ന്റെ ഡെറിവേറ്റീവ് log x അല്ല d/dx ഓഫ് log x 1/x ആവുന്നത് ബേസ് e ആകുമ്പോഴാണ്. ഇവിടെ ബേസ് e അല്ല, ബേസ് 7 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ലോഗിന്റെ നമുക്കറിയാവുന്ന ഡെറിവേറ്റീവിന്റെ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഈ 7 ബേസ് ഉള്ള ഈ ടേമിനെ ബേസ് ഇ ഉള്ള രീതിയിലേക്ക് മാറ്റണം. സോ നമ്മൾ ലോഗിന്റെ റൂളിൽ ഒരു ബേസ് ചേഞ്ചിങ് റൂൾ പഠിച്ചിട്ടുണ്ട്. യൂസിങ് ദാറ്റ് ഞാൻ ഇവിടെ ബേസ് ഇയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. സോ വി ക്യാൻ റൈറ്റ് log x ഡിവൈഡഡ് ബൈ log 7. നമ്മൾ പഠിച്ച റൂൾ എങ്ങനെയായിരുന്നു? log a to the base b നെ log a to the base c divided by log b to the base c എന്ന് എഴുതാം. ഇവിടെ ഞാൻ c എന്ന നമ്പർ ആയിട്ട് e-നെ ചൂസ് ചെയ്തു. ബേസ് e ആവുമ്പോൾ അത് എഴുതണമെന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ഞാൻ ഈ രീതിയിൽ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ബേസ് e ആയി. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Therefore d/dx of log x to the base 7 is equal to ഇത് എഴുതാൻ മതി d/dx of log x divided by log 7 ചെയ്താൽ മതി. ഇനി നോക്കാം, ഇതില് log 7 കോൺസ്റ്റന്റ് ആണ്, അത് ഡിനോമിനേറ്ററിലാണ്. സോ വി ക്യാൻ ടേക്ക് 1/log 7 ഔട്ട്സൈഡ്. ബാക്കിയുള്ളത് log x. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് നോക്കാം. അതെന്താ വരിക? 1/log x ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് log x ആയതുകൊണ്ട് ഇൻറ്റു 1/x. ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ ആൻസർ ആയി. സോ ദ ആൻസർ ഈസ് 1/x ഇൻറ്റു log 7 ഇൻറ്റു log x. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ബേസ് 7 ആണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ബേസ് ഇയിലേക്ക് ആക്കിയാലേ നമുക്ക് റൂള് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാവുള്ളൂ. അടുത്തത് ഡിഫറൻഷിയേറ്റ് sin square x with respect to e raised to cos x. നമ്മൾ ഇതുവരെ പഠിച്ച ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടി ഒക്കെ ചെയ്യാൻ നമുക്കറിയാം. വിത്ത് റെസ്പെക്ട് ടു ഒരു സിംഗിൾ വേരിയബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വേറൊരു ഫംഗ്ഷൻ കാണും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം let us take u equal to sin square x and v equal to e raised to cos x. രണ്ട് ലെറ്റേഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് u with respect to v ആണ് കണ്ടത്. So we have to find du by dv. ഇനി നോക്കാം, u എന്ന് പറയുന്നത് x ന്റെ ഫംഗ്ഷൻ ആണ്, v യും x ന്റെ ഫംഗ്ഷൻ ആണ്, പാരാമെട്രിക് ഫോമിൽ വന്ന പോലെ. So using the variable x we can write du by dv as du by dx divided by dv by dx. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് എഴുതാം. u നോക്കിയിട്ട് du by dx എഴുതാൻ ശ്രമിക്കാം. sin square x ന്റെ ഡെറിവേറ്റീവ് അതെന്താ വരിക? 2 sin x into derivative of sin x, that is cos x, divided by dv by dx e raised to cos x ന്റെ ഡെറിവേറ്റീവ് e raised to cos x ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് cos x ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു മൈനസ് sin x. Now let us simplify this. sin x ഒരെണ്ണം കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് 2 cos x ഡിവൈഡഡ് ബൈ മൈനസിന്റെ മേലെ കൊടുക്കാം e raised to cos x. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വേറൊരു ഫംഗ്ഷൻ ആണ്.
കഴിഞ്ഞ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എക്സസൈസിൽ പറഞ്ഞ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻവേഴ്സ് വരുന്നൊരു ചോദ്യം, ഷോ ദാറ്റ് എന്നുള്ള പാറ്റേൺ, ആ പാറ്റേണിൽ വരണം. സോ ഇഫ് y ഈക്വൽ ടു e raised to a cos inverse x where minus 1 less than or equal to x less than or equal to 1, show that 1 minus x square into d square y by dx square minus x into dy by dx minus a square y equal to 0. ഇൻവേഴ്സ് വരുന്ന ഈ ടൈപ്പ് ഉള്ളത് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, അതുപോലെ വേറെ ഒരെണ്ണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാന്ന്. y ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് ആദ്യം dy by dx എന്താണെന്ന് നോക്കാം. e raised to a cos inverse x ന്റെ ഡെറിവേറ്റീവ് ആണ്. അത് e raised to x എന്നുള്ള പാറ്റേണിലാണ്. അപ്പോൾ ഡെറിവേറ്റീവിന്റെ ആദ്യത്തെ ടേം e raised to a cos inverse x into ഡെറിവേറ്റീവ് ഓഫ് a cos inverse x എഴുതണം. അതിന് a കോൺസ്റ്റന്റ് ആണ്, ബാക്കിയുള്ളത് cos inverse x. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? -1 by root of 1 minus x square. So this is the expression for dy by dx. ഇനി അതില് ഈ ഒരു പാർട്ട് നോക്കുക. ഇത് നമ്മുടെ yക്ക് ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കാം. എങ്ങനെ എഴുതാം അതിന്? -a എന്നാക്കി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട്. Now this is the same as y divided by root of 1 minus x square എന്ന് എഴുതാം. ഡെറിവേറ്റീവില് ഈ ടേമിന് പകരം y കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇൻവേഴ്സിന്റെ കേസിൽ സാധാരണ ചെയ്യണ പോലെ എപ്പോഴും ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ടാവും ഇൻവേഴ്സ് വരുന്ന ഈ ടൈപ്പ് പ്രോബ്ലത്തിന്. സോ ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷനെ അങ്ങ് സ്ക്വയർ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? dy by dx ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിനെ സ്ക്വയർ ചെയ്യണം, മൈനസിന്റെ സ്ക്വയർ വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? a square y square divided by root of 1 minus x square സ്ക്വയർ കൊടുക്കുമ്പോൾ 1 minus x square എന്നാവും. ഇനി ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഇംപ്ലൈസ് 1 minus x square into dy by dx ന്റെ സ്ക്വയർ ഈക്വൽ ടു a square y square എന്നായി. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്തു, സ്ക്വയർ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഈ ടൈപ്പ് എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ പ്രൊഡക്റ്റ് റൂളിൽ ചെയ്യണം. എങ്ങനെ വരിക? 1 minus x square into ഇതിൻ്റെ ഡെറിവേറ്റീവ് 2 into dy by dx into d square y by dx square, first into derivative of second, plus second into dy by dx whole square into ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2x ഈക്വൽ ടു ഇതിൽ a സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എഴുതണം. അപ്പോൾ എന്താ വരിക? 2y into dy by dx. ഇനി നമുക്കിതിൽ ഒരേപോലെ വരുന്നതെല്ലാം ഒഴിവാക്കാം. നോക്കാം, 3 ടേംസ് ആണ്, 2 ലെഫ്റ്റിലും 1 റൈറ്റിലും. എല്ലാത്തിലും 2 ഉണ്ട്. സോ വി ക്യാൻ ഡിവൈഡ് ദ ഇക്വേഷൻ ബൈ 2. അതിനെ കളയാം. പിന്നെ ഏതാ കോമൺ ആയിട്ടുള്ളത് നോക്കൂ? dy by dx. അതും 3 ടേമിലുണ്ട്. അപ്പോൾ dy by dx കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് ചോദിച്ചാൽ അതും പോകും. ബാക്കി എന്തൊക്കെയാണ് നമുക്കൊന്ന് എടുത്ത് എഴുതാം? 1 minus x square into d square y by dx square. ഇനി ഈ ടേമിന്റെ മൊത്തം ചിഹ്നം ഞാൻ മൈനസ് ആക്കാണ്. ഈ മൈനസ് അവിടെ ഉള്ളതുകൊണ്ട് 2 ക്യാൻസൽ ചെയ്ത് പോയി, പിന്നെ അതിൽ എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു dy by dx. ഇനി നമുക്ക് -a square y എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ പോരെ? ഇവിടെ a square y ആണ് ഉള്ളത്, അതിനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ -a square y equal to, so this is our equation. വളരെ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ ഒരു ചോദ്യമാണിത്. അടുത്തത് പാരാമെട്രിക് ഫോമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യം. ഇഫ് x ഈക്വൽ ടു a ഇൻറ്റു cos t പ്ലസ് t sin t and y is equal to a into sin t minus t cos t.
നമുക്ക് കാണേണ്ടത് dy by dx അല്ല, പകരം d square y by dx square കാണാം. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നമുക്കറിയാം ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം dy by dx കാണാൻ നോക്കാം. dy by dx കാണണമെങ്കിൽ എന്തൊക്കെ അറിയണം? dy by dt അറിയണം, അതുപോലെ dx by dt അറിയണം. dy by dx ന്റെ ഫോർമുല ഇവിടെ dy by dt ഡിവൈഡഡ് ബൈ dx by dt എന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്. dy by dt. അപ്പോൾ y നെ നോക്കാം. a ഇൻറ്റു ആദ്യത്തെ ടേം sin t, sin t യുടെ ഡെറിവേറ്റീവ് cos t വിത്ത് റെസ്പെക്ട് ടു t ആണ് ഡിഫറൻസിയേഷൻ, മൈനസ് അടുത്തത് t cos t. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ടിയും കോസ് ടിയും ഉണ്ട്. സോ യു ഹാവ് ടു യൂസ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ എന്താ കിട്ടുക? ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇവിടെ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? കോസ് ടി. അപ്പോൾ കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അത് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? എ ഇൻറ്റു കോസ് ടി ഉണ്ട്, ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്ത ഇത് മൈനസ് കോസ് ടിയോ. സോ കോസ് ടി ആൻഡ് മൈനസ് കോസ് ടി ക്യാൻസൽസ്. ബാക്കി ഈ ഒരു ടേമാ വരിക, അതിൽ രണ്ട് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ ദ ആൻസർ ഈസ് പ്ലസ്. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? എ ടി സൈൻ ടി. ഇനി ഇതേപോലെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ചെയ്ത് നോക്കാം. എക്സിനെ നോക്കാം. എ ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് ഇവിടെ രണ്ട് ടേം ഉണ്ട്, പ്രൊഡക്റ്റ് റൂൾ പ്രകാരം ടി ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നൗ സിംപ്ലിഫൈ. പുറത്തുള്ള എ ആദ്യം എഴുതി, ഇവിടെ മൈനസ് സൈൻ ടി ഉണ്ട്, ഇവിടെ പ്ലസ് സൈൻ ടി ഉണ്ട്. സോ ദീസ് ടു ക്യാൻസൽസ്. ബാക്കിയുള്ളത് ടി കോസ് ടി. സോ എ ടി കോസ് ടി. ഇതാണ് ഡി എക്സ് ബൈ ഡി ടിയുടെ എക്സ്പ്രഷൻ കിട്ടുക. Therefore, we can write dy by dx. The formula is dy by dt divided by dx by dt. ആ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കിട്ടി. So this is equal to എന്ത് കിട്ടും? at sin t divided by at cos t. at cancels, sin t by cos t. The answer is tan. ഇത് dy by dx ന്റെ ആൻസർ ആണ്. പക്ഷെ നമുക്ക് ഇതല്ല കാണേണ്ടത്. എന്താ കാണേണ്ടത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓർ ദ മീനിങ് ഓഫ് ദിസ് എക്സ്പ്രഷൻ ഈസ് നമുക്ക് അറിയാവുന്ന തന്നെയാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ടാൻ ടി വരും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ടി ആണ്. അപ്പൊ നമുക്ക് ടാൻ ടിയുടെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? സീക് സ്ക്വയർ ടി എന്നാണ് എഴുതുക. ഇത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ചെയ്യണം. സോ ഈ സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടാൻ ടിയുടെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ ടി എന്ന് എഴുതിയാൽ അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ഉള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്കണമെങ്കിൽ എന്ത് വേണം? ചെയിൻ റൂൾ ആണത്. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ ആൻസർ? സീക് സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. നമ്മുടെ അതിൽ ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഡി ടി ബൈ ഡി എക്സ് ആയി. സോ വാട്ട് ഈസ് ദാറ്റ്? 1 by at cos t. Now 1 by cos t നെ നമുക്ക് sec t എന്ന് എടുക്കാം. ഈ sec t യും ഈ sec square t യും ചേർന്നാൽ മൊത്തം എത്രയായി? sec cube t എന്ന് എഴുതാം. 1 by cos t അടക്കം ഇതിന്റെ കൂടെ ചേർത്തത്. ഇനി ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ളത് എന്താണ്? at മാത്രം. സോ ദിസ് ഇസ് അവർ ആൻസർ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റെപ്പ്. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് മറന്നു പോകാതെ ശ്രദ്ധിച്ചോളണം. അടുത്ത ചോദ്യം, if cos y is equal to x cos a plus y with cos a not equal to plus or minus 1, prove that dy by dx equal to cos square a plus y
divided by sin A. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസറാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആൻസറിൽ നോക്കൂ, ഒരു ടേം കോസ് സ്ക്വയർ എ പ്ലസ് വൈ, ഒരു ടേമിൻ്റെ സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലേ? എപ്പോഴാണ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഫോർമുലയിൽ സ്ക്വയർ വരുന്നത്? അത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ്. അത് മാത്രമല്ല, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലല്ല സ്ക്വയർ വരാറുള്ളത്, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ഡിനോമിനേറ്ററിലാണ് സ്ക്വയർ വരിക. ശരിയാണല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇത് കണ്ടുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. കോഷ്യൻ റൂൾ ഉപയോഗിച്ചാൽ ന്യൂമറേറ്ററിൽ സ്ക്വയർ കിട്ടില്ല, ഡിനോമിനേറ്ററിലെ സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കണ്ടുപിടിച്ചത് dy/dx ആവില്ല. എന്ത് കണ്ടുപിടിക്കണം? dx/dy കണ്ടുപിടിച്ച് അതിനെ തിരിച്ചിട്ടാൽ dy/dx കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിവിടെ dx/dy ആണ് കാണുന്നത്. എന്നാൽ മാത്രമേ ഡിനോമിനേറ്ററിൽ ഒരു ടേമിന്റെ സ്ക്വയർ കിട്ടുള്ളൂ. ആ സ്ക്വയർ ന്യൂമറേറ്ററിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇതിനെ തിരിച്ചിടുമ്പോൾ ഈ ഡിനോമിനേറ്ററിലെ സ്ക്വയർ ന്യൂമറേറ്ററിൽ വരും. ഇതാണ് ഇവിടെ ആൻസറിലേക്കുള്ള റൂട്ട്. ഈ സ്ക്വയറിനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇനി dx/dy കാണണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും x ഈക്വൽ ടു എടുക്കണ്ടേ? സോ വാട്ട് ഈസ് x ഫ്രം ദ ഗിവൺ ഇക്വേഷൻ? x is equal to cos y divided by cos a plus y. അപ്പോൾ നോക്കൂ, x എന്നത് yയുടെ ടേംസിൽ കിടക്കുന്നുണ്ട്. x is a function of y here. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? dx/dy കണ്ടുപിടിക്കാം. അതിന് നമുക്ക് കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. സോ അപ്ലൈയിങ് കോഷ്യൻ റൂൾ എന്തൊക്കെയാണ് കിട്ടുക? ഡിനോമിനേറ്റർ ഇൻറ്റു cos a plus y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഈസ് മൈനസ് സൈൻ y ഇൻറ്റു dy/dx വേണ്ട. കാരണം എന്താ? വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വേരിയബിൾ ഇപ്പോൾ y ആണ്. മൈനസ് ന്യൂമറേറ്റർ cos y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതെന്താ? മൈനസ് സൈൻ a പ്ലസ് വൈ ഇൻറ്റു a പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വേണം, അത് 1 ആയതുകൊണ്ട് എഴുതിയിട്ടില്ല. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ cos സ്ക്വയർ a പ്ലസ് വൈ. ഈ ടേം ആണ് നമ്മുടെ ആൻസറിൽ മേലെ കിടക്കുന്നത്. അപ്പം അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഇനി നമുക്ക് ന്യൂമറേറ്ററിനെ ഒന്ന് ചേർക്കണം. നോക്കുക, ഈ ടേം പ്ലസ് ആണ് അല്ലേ? ഞാൻ ഒന്ന് എടുത്തെഴുതാം. ആദ്യം രണ്ടാമത്തെ ടേമിനെ എഴുതാണ്, പ്ലസ് ആണത്. എന്തൊക്കെയാ വരിക? സൈൻ a പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ. ഈ ടേം മൈനസ് ആണ്, മൈനസ് കോസ് a പ്ലസ് വൈ ഇൻറ്റു സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ a പ്ലസ് വൈ. അപ്പോൾ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് പരിചയമുള്ള എക്സ്പാൻഷൻ മേലെയുണ്ട്, സൈൻ a കോസ് b മൈനസ് കോസ് a സൈൻ b. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് സൈൻ a മൈനസ് b. സോ അപ്ലൈയിങ് ദാറ്റ്, സൈൻ എക്ക് പകരം a പ്ലസ് വൈ മൈനസ് b, ബിക്ക് പകരം മൈനസ് വൈ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ a പ്ലസ് വൈ. ഇതിൻ്റെ ഉള്ളിൽ y കട്ട് ചെയ്യും, ബാക്കി അവിടെ എന്താണത്? സൈൻ a. സോ ദ ആൻസർ ഈസ് സൈൻ a ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ a പ്ലസ് വൈ. ഇത് ഏതിൻ്റെ റിസൾട്ടാണ്? dx/dy ആണ് നമ്മൾ കണ്ടത് അല്ലേ? ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഇതാണല്ലോ കാണിക്കേണ്ടത്. dx/dy ഇതാണെങ്കിൽ what is dy/dx? ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. therefore dy/dx ഈക്വൽ ടു ഇതിനെ തിരിച്ചിടാം, ദാറ്റ് ഈസ് cos സ്ക്വയർ a പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ a. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ സ്ക്വയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർപ്പിക്കാം. സ്ക്വയർ മേലെ ആയതുകൊണ്ട് dy/dx അല്ല കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? dx/dy ആണ്. അതിൽ നിന്നും dy/dxലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം, if x into root of 1 plus y plus y into root of 1 plus x equal to 0, അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്. dy/dx ഇതാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ dy/dxന്റെ എക്സ്പ്രഷൻ നോക്കുക, ഡിനോമിനേറ്ററിൽ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഉറപ്പാണ് അതിൽ കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി dy/dx അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഹോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു a/b എന്നുള്ള ഫോമിൽ ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടണം. അപ്പോഴാണ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ ഒക്കെ വരിക. ഡിനോമിനേറ്ററിൽ 1 plus x ആണ് ഉണ്ടാവുക എന്നുള്ളതും ഇവിടെ നിന്ന് ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണ്? ഇതിൽ നിന്ന് y ഈക്വൽ ടു ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇപ്പുറത്ത് 0 ആണ്, ഈ രണ്ട് ടേമിന് റൂട്ട് ഉണ്ട്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് ഇതിൽ ഒരു ടേമിനെ എടുത്തിട്ട് റൈറ്റിലേക്ക് വയ്ക്കുക. സോ ദ ഇക്വേഷൻ ഈസ് x into root of 1 plus y equal to
മൈനസ് വൈ റൂട്ട് 1 പ്ലസ് എക്സ് എന്നാക്കി. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പം എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. Now let us remove the brackets. അപ്പം എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് എന്നായി. ഇനി നമുക്ക് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒന്ന് ഒന്നിച്ചാക്കാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ ഇങ്ങോട്ട് എടുത്തു, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പം എന്താ കിട്ടുക? വൈ സ്ക്വയർ എക്സ് അത് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതിനെ ഇങ്ങോട്ടാക്കി മൈനസ് എക്സ് സ്ക്വയർ വൈ എന്നാക്കി. ഞാൻ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് കിട്ടുമെന്ന് നോക്കാം. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എന്നൊക്കെ കിട്ടുക? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു, ഇതില് എക്സ് വൈ കോമൺ ആണ് ഈ രണ്ട് ടേമില്. ബാക്കിയുള്ളത് എന്താ? വൈ മൈനസ് എക്സ്. വൈ മൈനസ് എക്സിനെ നമുക്ക് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള എക്സ് മൈനസ് വൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പൊ ബാക്കി എന്താ കിട്ടുക? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് എക്സ് മൈനസ് വൈ ആവണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് പുറത്തു വരണ്ടേ? അപ്പൊ ബാക്കിയുള്ളത് മൈനസ് എക്സ് വൈ എന്നായി. നമുക്ക് വൈ ഈക്വൽ ടു അല്ലേ ആക്കണ്ടേ? അപ്പൊ വൈ ഉള്ള ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവരാം. ഒരു വൈ ഇവിടെ ഉണ്ട്, ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു എക്സ് അങ്ങോട്ട് പോട്ടെ, മൈനസ് എക്സ് ആക്കി. Now let us take y outside. ബാക്കിയുള്ളത് y into 1 plus x equal to minus x. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടി നോക്കൂ? y is equal to minus x divided by 1 plus x. അപ്പോൾ നോക്കൂ, quotient rule apply ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ തന്നെ കിട്ടില്ലേ? അപ്പോൾ y കിട്ടി. ഇനി എന്താ വേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ dy by dx എഴുതി വെക്കുക. So applying quotient rule, 1 plus x into derivative of numerator, that is minus 1. Minus x നെ ഒന്നിച്ച് ന്യൂമറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക ചെയ്തത്. മൈനസ് ഇനി എന്താ? ന്യൂമറേറ്റർ എന്താ? മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 ആണ് വരിക. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് അത് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഞാൻ സിംപ്ലിഫൈ ദ ന്യൂമറേറ്റർ. അപ്പൊ എന്താക്കി കിട്ടുക? മൈനസിന്റെ ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് 1 മൈനസ് എക്സ്, ഇത് രണ്ടും കൂടെ ചേർന്നാൽ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. പ്ലസ് എക്സും മൈനസ് എക്സും പോയാൽ ബാക്കിയുള്ളത് എന്താ? മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. നമ്മളോട് കാണിക്കാൻ പറഞ്ഞ ആൻസർ തന്നെ അവിടെ കിട്ടി. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട പ്രോബ്ലം ആണ്. ചുരുക്കം പറഞ്ഞാൽ ആൻസറും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആൻസറിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോകേണ്ടി വരും. ഒരെണ്ണം കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. അടുത്തത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ വേർ സി ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് പ്രൂവ് ദാറ്റ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ whole raised to 3 by 2 divided by d square y by dx square is a constant independent of a and b. ഇതിന്റെ വാല്യൂ, ഈ എക്സ്പ്രഷന്റെ വാല്യൂ അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിൽ എയും ബിയും ഉണ്ടാവില്ല. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ഇതെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതില് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ നോക്കാം. ഇതാണ് തന്ന ഇക്വേഷൻ അല്ലെ? ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 into x minus a into 1, x minus a ന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 into y minus b into dy by dx ഈക്വൽ ടു സി സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. ഇതില് 2 നമുക്ക് കളയാം, അപ്പുറത്ത് 0 ആയതുകൊണ്ട്. Now what will be the expression for dy by dx? ഈ ടേമിനെ അവിടെ നിർത്തി ഇത് ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ മൈനസ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ y minus b. ഇതാണ് നമ്മുടെ dy by dxന്റെ എക്സ്പ്രഷൻ. ഇത് അവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ 1. അത് നമുക്ക് വേണ്ടതാണല്ലോ അവിടെ. ഇനി അടുത്ത നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണുന്നതാണ് നല്ലത് അല്ലേ? അപ്പോൾ അപ്ലൈയിങ് കോഷ്യൻ റൂൾ നമുക്ക് ആ സെക്കൻഡ് കോഷ്യൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. ഞാൻ മൈനസിനെ പുറത്ത് നിർത്തി എക്സ് മൈനസ് എ ബൈ വൈ മൈനസ് ബി എന്ന് എടുക്കുക. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു what is derivative of denominator dy by dx divided by denominator in the square. കിട്ടിയില്ലേ? ഇനി ഇതിന് നമുക്ക് ചെയ്യാവുന്ന dy by dx ന്റെ എക്സ്പ്രഷൻ എവിടെയുണ്ട്? We can apply that here. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. മൈനസ് പുറത്ത് നിർത്തി y minus b into y minus b minus x minus a into dy by dx ന് പകരം ഈ എക്സ്പ്രഷൻ എന്താ മൈനസ് ഓഫ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ വൈ മൈനസ് ബി എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇനി ന്യൂമറേറ്ററിൽ ഇതൊരു ടേം, ഇത് രണ്ടാമത്തെ ടേം. ഈ ഡിനോമിനേറ്റർ ഇതിനും കൂടെ ബാധകമാക്കാം. അപ്പൊ എന്താ കിട്ടുക? മൈനസ് പുറത്തന്നെ നിൽക്കട്ടെ. വൈ മൈനസ് ബി ഇൻറ്റു വൈ മൈനസ് ബി ഈസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഈ രണ്ട് മൈനസും ചേർന്ന് നടുക്കത്തെ ചിഹ്നം പ്ലസ്. ഈ രണ്ട് എക്സ് മൈനസ് എനെയും എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ വൈ മൈനസ് ബി ഉണ്ട്. അതും ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വൈ മൈനസ് ബി ഹോൾ ക്യൂബായിട്ട് മാറി. ഈ രണ്ടെണ്ണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരെണ്ണം. Now look at this y minus b whole square plus x minus a whole square. അത് നമുക്ക് തന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് c square എന്ന് കൊടുക്കാം. So what is the result? Minus c square by y minus b whole cube എന്ന് കിട്ടി. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ. ഇതിന്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇതിനൊരു നമ്പർ കൊടുക്കാം. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം നമുക്ക്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ റേസ് ടു 3/2. അതായത് ഡിനോമിനേറ്റർ നമുക്ക് കിട്ടി. ന്യൂമറേറ്ററിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് കാണണം. ന്യൂമറേറ്ററിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്രയും വായിക്കാം. 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. അത് മാത്രം നമുക്ക് ആദ്യം നോക്കാം. അതെന്താ വരിക? 1 പ്ലസ് ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയറിനെ രണ്ടാക്കിയിട്ട് എഴുതിയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക? വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ മേലേക്ക് വരും അല്ലെ? y minus b whole square plus x minus a whole square divided by y minus b whole square now. Now ഇത് തന്ന ഇക്വേഷൻ ആണ്. So the result is c square by y minus b whole square now. ഇതാണ് 1 plus dy by dx whole square ന്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്നും അതിന്റെ ഹോൾ റേസ് ടു 3/2 അല്ലേ വേണ്ടത്? So 1 plus dy by dx whole square whole raised to 3/2 കാണും. എന്ന് പറഞ്ഞാൽ എന്താ? c square by y minus b whole square whole raised to 3/2 എന്ന് അർത്ഥം. അപ്പൊ എന്താ ഉണ്ടാവുക? c 2 into 3/2 പവേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 2 കട്ടാവും. ഇവിടെ അതേപോലെ പവേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ 2 കട്ടാവും. അപ്പൊ ബാക്കി എന്താ കിട്ടുക? c cube divided by y minus b whole cube എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് എടുക്കാം. അപ്പൊ 3 ന്യൂമറേറ്ററിലുണ്ട്, 2 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിനോമിനേറ്ററിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഞാൻ സൗകര്യത്തിന് വേണ്ടി അതോടെ എഴുതി വെക്കുന്നു. ബാക്കി ഭാഗം മാറ്റിക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ തന്ന എക്സ്പ്രഷന്റെ വാല്യൂ എഴുതാം. Therefore 1 plus dy by dx whole square whole raised to 3/2 divided by d square y by dx square equal to എന്താ കിട്ടുക? c cube by y minus b whole cube. ഇത്രയും ന്യൂമറേറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ എക്സ്പ്രഷൻ മൈനസ് c square by y minus b whole cube. ഇത് ഡിനോമിനേറ്റർ. അപ്പൊ നോക്കൂ, y minus b whole cube കട്ടാവും. c സ്ക്വയറും c ക്യൂബും തമ്മിൽ കട്ടിത്തൽ ഇവിടെ ഒരു c ബാക്കി, പിന്നെ ഇവിടെ ഒരു മൈനസും ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട്? മൈനസ് c. മൈനസ് c എന്ന് പറയുന്ന c കോൺസ്റ്റന്റ് ആണെങ്കിൽ മൈനസ് c കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇതിൽ എയും ബിയും ഇല്ല. സോ ദിസ് വാല്യൂ ഈസ്
ഇൻഡിപെൻഡന്റ് ഓഫ് എ ആൻഡ് ബി. അപ്പൊ ഇവിടെ തന്നെ എഴുതിയാൽ മതി മൈനസ് സി വിച്ച് ഈസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എ ആൻഡ് ഇതാണ് നമ്മളോട് അവിടെ കാണിക്കാൻ പറയുന്നത്. ഓക്കെ.